അങ്ങനെ പേരാപ്പൂര് കഴിഞ്ഞ് കൃത്യം 1 hour കഴിഞ്ഞപ്പോൾ അടുത്ത അമ്പലത്തിലേക്കുള്ള യാത്രയാണ്. പുന്നാട്ട് പോയേ പറ്റുള്ളൂ. കുടുംബക്ഷേത്രമാണ്. ഞാൻ ആദ്യമായിട്ട് അവിടെ പൊങ്കാലയിടാൻ പോവാണ് 3 വർഷത്തിന് ശേഷം. ഇതാണ്ടോ, ഇത് പേരാപ്പൂരും ചെയ്തായിരുന്നു ഇങ്ങനെ പൂവൊക്കെ കിട്ടിയത്. പക്ഷെ വീഡിയോയിലുണ്ട്. ഇപ്പൊ ഈ പൂ വയ്ക്കുന്ന ഈ കലാപരിപാടി ചേട്ടന്റെ ഇഷ്ടമാണേ. എന്റെ അല്ല, ചേട്ടനാണ് അത് ഇഷ്ടം. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യില്ല. കാര്യം പൂവ് ഈ തീ കത്തുന്ന സമയത്ത് കരിഞ്ഞു പോകും. എനിക്ക് അതിനോട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ചേട്ടനില്ല, ഇങ്ങനെ പൂ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഇപ്പൊ തന്റെ ശരിയാക്കി. ഇനി സഞ്ചി എടുത്തുകൊണ്ട് വരണ്ടേ. 2 ഒരേ ദിവസം. പിന്നെ ഒരു ഭാഗ്യം 2 നേരം ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. 2 ഒരു സമയമായിരുന്നെങ്കിൽ വിട്ടുപോയനെ. 2 പ്രിയപ്പെട്ടതാണേ. എന്റെ പേരാപ്പൂരും എനിക്ക് പ്രിയപ്പെട്ടതാണ്, പിന്നാട്ടും പ്രിയപ്പെട്ടതാണ്. അപ്പൊ അതെല്ലാം ഒതുക്കി പറക്കി വെച്ചു. പൂവൊന്നും അവിടെ പോയി കെട്ടാനുള്ള സമയമില്ലെങ്കിലും അതുകൊണ്ടാണ് ചരുവത്തിൽ ഇപ്പോഴേ കെട്ടിവെച്ച് കറക്റ്റായിട്ട് ഇതിനകത്ത് വെച്ചേക്കണം. അപ്പൊ ഒരു തൂക്ക് വെച്ചിട്ടുണ്ടേ. അഡീഷണൽ വെള്ളം എന്തെങ്കിലും കുടിക്കാനായിട്ട് അത് വെക്കും. ഇനി നമുക്ക് ഇതിനകത്ത് തവിയുടെ കുറവുണ്ട്. തവിയും കൂടെ തവി വാഴയില ഓൾറെഡി ഉണ്ട് അകത്ത്. ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ തിരുവി വാഴയിലാണ് വെച്ചേക്കണം. പോവാം. കാറിലാണ് പോണത്. അതുകൊണ്ട് കാറിന്റെ ബാക്കിൽ ഭദ്രമായിട്ട് വെക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെ വാഴയില ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണ്ട. കാർ അൺലോക്ക് ചെയ്തിരിക്കണുണ്ടോ? വയ്യായികയിലും എന്നെ വിട്ടു പോകൂല. ആവതില്ലെങ്കിലും നോക്കിയാണ് ആ ദേവി ഇട്ട് ചവിട്ടണത്. ആവതില്ലെങ്കിൽ ഇവിടുന്ന് മാറൂല കേട്ടാ. സാധാരണഗതിയിലാണെങ്കിൽ എന്തൊരായിരുന്നു, ഞാനും പറയണോ എന്നെയും കൊണ്ടുപോകാതെ പോവോ. അയ്യോ. ഇത് കൊതുമ്പും ചൂട്ട് നേരത്തെ കെട്ടി വെച്ചിരുന്നേ. പേരാപ്പൂരിന് വന്ന ഉടനെ കെട്ടി വെച്ചിരുന്നു. എടാ ചാവി വാങ്ങിച്ചോണ്ടോ. വാടാ, അച്ഛൻ്റെ ചാവി വാങ്ങിച്ചോണ്ടോ. എങ്കിലും മാങ്ങ എടുക്കാൻ മറന്നോണ്ടു. എന്തൊരു വെയില്. ആർക്ക് എടുത്തു കൊടുത്താന്ന്? എടുത്തു വെച്ച് എല്ലാം എടുത്തു വെച്ച്. അച്ഛാമ്മയ്ക്ക് എവിടെ പോണെന്നൊന്നും അറിഞ്ഞൂടാ മക്കളെ. അപ്പൊ അതുകൊണ്ട് നീ പോയിട്ട് വട്ടാന്ന് ചോദിച്ചാൽ ആ ബൂന്നൊക്കെ ആക്കോളൂ. പറഞ്ഞോ, എവിടെ പോണെന്ന് പറ. പൊങ്കാലയിടാൻ പോണു. ഒറ്റക്കിരുന്ന നാട്ടുകാർ കൊല്ലും. അത് ഞാൻ പറഞ്ഞ് എന്റെ പറഞ്ഞ് ചായ ഇട്ട് തരാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് സമയമില്ല. ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. വന്നിട്ട് അടുത്ത് പോകാൻ എല്ലാം തേങ്ങ തിരുവണം, വിറകും ചൂട്ടൊക്കെ ഒതുക്കണം, ഇതിനൊക്കെ ഇറക്കണം. അവളെ ഇറക്കിയിട്ടില്ല, ഇനി അവളെ ഇറക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ് ചായ വന്നിട്ടിടാം, ഞാൻ 7 മണിക്കകത്ത് വരും, അപ്പൊ ഇടാന്ന് പറഞ്ഞു. അപ്പൊ ആ 7 മണി അതാണ് ഇനി മനസ്സിലിപ്പോ അതിടാ. കൃത്യം 7 മണി വരെ ഈ ഇരിപ്പിരിക്കും. കൊള്ളാമോ? എനിക്കിനി സാരി ഉടുക്കാൻ വയ്യമ്മ. അവിടെ ഉടുത്തത് സാരി ഉടുത്ത് പാട്. ഭയങ്കര ചൂട്. കുറെ ദിവസത്തിന് ശേഷം ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ടേ. സാധാരണ എങ്ങനെ ആയിരുന്നില്ല. ഇച്ചിരി മാറ്റം ഉണ്ട്. മാറ്റം വന്നു തുടങ്ങി. അങ്ങനെ പതിയെ മാറുള്ളൂ. ഇത് കൂട്ടാ മതിയാ? കൊള്ളാമോ? നല്ല ഉടുപ്പാ. എവിടെ പോയിട്ട് വരാൻ? ഞാൻ ഇറങ്ങണേ കേട്ടാ. സമയമില്ല, മണി 3:30 കഴിഞ്ഞ് കേട്ടാ. പോയിട്ട് വരാം.
അച്ഛമ്മ ഫോട്ടോ എടുത്തോ അച്ഛനെ വിളിച്ച് ഹലോ ഗൈസ് ഇന്ന് രാവിലെയാണ് പൊങ്കാലിടുന്നത് ഇനി രാത്രിയിലാണ് അമ്മയ്ക്ക് പൊങ്കാലിടുന്നത് ഇന്ന് വയ്ക്കി അപ്പോൾ വിളിച്ചു നിർത്തും ചേട്ടന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഹായ് ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാരും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ സ്കൂളിൽ പോയി രണ്ടുപേരും പോയി അച്ഛൻ 2 മണിക്ക് വിളിക്കാൻ വന്നു പിന്നെ അമ്മ പറഞ്ഞ് നന്നായിരുന്നു പൊങ്കാല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അച്ഛൻ പറഞ്ഞ് അടുത്ത് പൊങ്കാലയ്ക്ക് പോകും അത് പിന്നാട്ട് കോവിലാണ് പോകുന്നത് അപ്പം പിന്നാട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ദൂരമുണ്ട് അപ്പം കുറച്ച് നേരം ഡ്രൈവൊക്കെ ചെയ്യാം പിന്നെ അവിടെ പൊങ്കാല നല്ലതായിരിക്കും ഞാൻ ഇതുവരെ അവിടുത്തെ പൊങ്കാല കണ്ടിട്ടില്ല അപ്പം അച്ഛാമ്മ ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഫീലുണ്ട് ഓക്കെ ആയി ഇപ്പം ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതിൻ്റെ പിന്നെ അത് തൊട്ട് നമ്മുടെ അടുത്ത് വലിയ മിണ്ടലൊന്നും ഇല്ലായിരുന്നു ഇപ്പം നമ്മുടെ അടുത്ത് പഴയതുപോലെ നല്ല മിണ്ടക്കും എല്ലാം ഉണ്ട് നമ്മളുടെ അടുത്ത് നല്ല കളിയും ചിരിയൊക്കെയാണ് പിന്നെ കുഞ്ഞി അച്ചാമ്മയ്ക്ക് ഇതാ ബിസ്ക്കറ്റ് കൊണ്ടുകൊടുത്തു അത് ഇച്ചിപ്പുരം പോലും ഒരു അത്രയും തിന്നു അപ്പം ഗാസ് നമ്മൾ പിന്നാട്ട് ക്ഷേത്രത്തിൽ പോവുകയാണ് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം പോയിട്ടല്ല അപ്പോൾ അവിടെ പോയിട്ടല്ല കാറി വെച്ചിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ അറിയാം ഓക്കെ ശരി അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും എടുക്കാണ്ടോ ഇപ്പം അല്ല മക്കളെ അത് വേണ്ട കാർ ഇട്ടിരിക്കുകയാണ് പൊങ്കാല സ്ഥലത്ത് ചെറുപ്പം ഇടാൻ പറ്റില്ല ആ ശരി എല്ലാം എടുത്തായിരുന്നോ എല്ലാം എടുത്തോ ഞാൻ ആലോചിക്കണം എന്തൊരു പൊങ്കാല സാധനങ്ങൾ തവി കൊതുമ്പ് ചൂട്ട് തോർത്ത് ഫോൺ എടുത്ത് വേറെ ഒന്നുമില്ല പൈസ എടുത്ത് ഓ ചവിട്ടല്ലേ മക്കളെ കാലിൽ തൊട്ട് കണ്ണിൽ വൈ ആ കണ്ണിൽ ചിട്ടക്കൊട്ടി അപ്പം നെയ് ഞങ്ങൾ പോയി കഴിയുമ്പം റൂമിൽ പോയി കിടന്നോണം ഇങ്ങനെ കയറി ഇരിക്കണ്ട കേട്ടാ അവിടെ പോയി കിടന്നോണം ഞങ്ങൾ വരുമ്പോൾ വിളിക്കാം കേട്ടാ അപ്പം അത്രയും കഴിവാത്തുണ്ട് അതിലൂടെ ഈച്ച അരിക്കണം കഴിക്കും പോയി ഈച്ച അരിക്കണം ഞാൻ കഴിവണോ കഴിയില്ല പിന്നെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ എല്ലാം കഴിയില്ല ഓക്കെ നമ്മൾ പിന്നാട്ട് ക്ഷേത്രത്തിലേക്ക് പോകാൻ പോകുകയാണ് എല്ലാവർക്കും ടാറ്റ അവിടെ പോയി കിടന്നാൽ മതി അന്ന് ഇരിക്കണ്ട കേട്ടല്ലോ ചുമ്മാ ഇരുന്ന് ആലോചിക്കരുത് അവിടെ കിടക്കണം കേട്ടോ ശരി ഭൂമി കിടന്നാൽ മതി വരുമ്പോൾ വിളിക്കാം കേട്ടോ തന്നെ കയറ്റി തുറക്കോ ആ പിന്നെ തുറക്കണമെങ്കിൽ തുറക്കി സന്തോഷമുള്ളൂ ഇതെല്ലാം പിടിച്ചു വാങ്ങിച്ചു ഇതെല്ലാം വാങ്ങിച്ചു ശരി ഇറങ്ങി എനിക്ക് മനസ്സിലായി ഇപ്പം സമയം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇതിന്റെ മറ്റേ സ്ഥാനം എവിടെ ഏതിൻ്റെ പാവം ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ എങ്ങോട്ടാണ് തുറക്കുന്നതെന്ന് എങ്ങനെ തുറക്കണമെന്ന് അറിഞ്ഞുകൂടാന്ന് തോന്നുന്നു അറിയത്തില്ല ഇപ്പം നോക്കിയാൽ മിക്കവാറും വെളിയിലോട്ട് തുറക്കുമായിരിക്കുവേ ആ ഇല്ല അകത്തോട്ട് തന്നെ തുറക്കണം പഠിച്ച് പതുക്കെ വീഴല്ലേ നേരത്തെ വരണം ഓ ഒരു ദിവസം ഞാൻ വരെ വരാം ആ ഒരു ദിവസം പോവാം വയ്യായികയൊക്കെ മാറിയിട്ടെ കൂടെ പോവാം ഒതുങ്ങുന്നില്ലേ വണ്ടി പോട്ടെ പെട്ടെന്ന് പറഞ്ഞേ ഓ പെട്ടെന്ന് വരാം പോയി അവിടെ പോയി കിടന്നോ കേട്ടാ
ഞങ്ങളിതേ മണ്ണന്തല എത്തി കേട്ടോ. പെട്ടെന്നായിരുന്നു മണ്ണന്തല എത്തി, അതുകൊണ്ട് മണ്ണന്തല വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതേ മണ്ണന്തല ഷോർട്ട് വഴിയാണ് നമ്മളെ മുന്നോട്ട് പോകുന്നത്. ചേട്ടന് വഴി അറിയാം, എനിക്ക് ഇത്രയും കാലമായിട്ട് ആ വഴി അറിയത്തില്ല കേട്ടാ. പോകാനായിട്ട് എനിക്ക് കഴക്കൂട്ടം വഴി പോകാനേ അറിയാവുള്ളൂ. എന്തോ പറയാൻ, ഇന്ന് ഇച്ചിരി സന്തോഷവും സങ്കടവും ഒക്കെ കലർന്ന ഒരു ദിവസമായിരുന്നു. സന്തോഷം, 2 നടകളിൽ പൊങ്കാല അങ്ങനെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരുപാട് പേരെ കാണാനൊക്കെ പറ്റി. സങ്കടം എന്ന് പറയുന്നത് ഒരു വീഡിയോ ഇട്ടിരുന്നു രാവിലെ, പൊങ്കാലയുടെ അന്നാണ് രാവിലെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തത്. അത് വല്ലാത്തൊരു വേദന ഉണ്ടാക്കിയ ഒരു വീഡിയോ ആയിരുന്നു അത്. കമന്റുകൾ, ഇന്നത്തെ വീഡിയോയുടെ കമന്റുകൾ കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയാ ചോദിച്ചാൽ നിനക്ക്? എനിക്ക് എന്ത് തോന്നാൻ, കമന്റ് ഇന്ന് കുറച്ച് ഒരുപാട് നെഗറ്റീവ് കമന്റ്, അതായത് ഒരുപാട് നെഗറ്റീവ് കമന്റ് വന്ന ഒരു വീഡിയോ ആയിരുന്നു അല്ലേ അത്? പിന്നെ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ഞാൻ കണ്ടില്ല, എനിക്ക് 1-2 കോള് വന്നിട്ടുണ്ടായിരുന്നു. കോള് അപ്പം അമ്പലത്തിൽ നിന്നുകൊണ്ട് വിളിച്ച ആൾക്കാർക്ക് അറിയാം. അമ്പലത്തിൽ നിന്നാണ്ട് എനിക്ക് അധികം നേരം സംസാരിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ വീടെത്തിയിട്ട് ഇന്ന് ഫുള്ള് തിരക്കാണ്, നാളെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഷോർട്ടായിട്ട് ഈ 2-3 ടീമുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഉമ കമന്റ് നെഗറ്റീവ് ആണ് ഫുള്ള്, ഇത് കണ്ട് ഉമ തളരരുത്, അമ്മയുടെ അത്ര വിവരവും ബോധവും പോലും കാണുന്നവർക്കില്ല എന്ന് പറഞ്ഞു. ഈ കമന്റ് ഇടുന്നവരൊക്കെ വിചാരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അതില് തളർന്നു പോകുന്ന, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തളരാൻ മാത്രമേ ഇവന്മാര് കമന്റ് ഇടുന്നുള്ളൂ. അതില് ഈ അമ്മയെ അകത്ത് കയറ്റുന്നില്ല എന്ന് പറഞ്ഞത് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ശരി തന്നെയാണ്. റെസ്പോൺസ് വീഡിയോ ചെയ്യരുതെന്ന് ഒരുപാട് പേര് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര്, നിങ്ങൾ എന്തിനാണ് ഈ റെസ്പോൺസ് വീഡിയോക്ക് ചെയ്യാൻ നെഗറ്റീവ് വീഡിയോക്ക് റെസ്പോണ്ടിങ് കൊടുക്കാൻ പോണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര്, അത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളവരും നമ്മളെ ഫുൾ വീഡിയോകളും കണ്ടിട്ടുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ പറയണത്. പക്ഷെ നമ്മളുടെ എന്ന് പറയുമ്പോഴത്തേക്ക് റിയൽ ലൈഫ് 1, 2 അമ്മയുടെ കാര്യം. അപ്പൊ ഈ അമ്മയുടെ കാര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്തേ പറ്റൂ. ഈ റെസ്പോണ്ട് വീഡിയോ ചെയ്യരുതേ എന്ന് പറയുന്ന അവർ ഒന്ന് ഉൾക്കൊള്ളണം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്ന് കരുതി മാത്രമാണ് ഈ കാര്യം പറയണത്. നമ്മളിത് ഒന്നും പറയാതിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ല, ഒന്ന് ഈ അമ്മയെ ചുറ്റിപ്പറ്റി ആയതുകൊണ്ട് അമ്മയുടെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് മോനായ എന്നെയോ അല്ലെങ്കിൽ നിന്നെയോ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് കൂടുതലും വരണത്. ഞാനത് ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരാളെ ഒരാളെന്നെ കണ്ടപ്പോഴത്തേക്ക് ഇതുപോലെ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ്, അവരുടെ വീടിന് തൊട്ടടുത്ത് വീഡിയോ കാണുന്നവരാണ്, നമ്മളെ വീഡിയോ കാണുമെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എന്നെ കണ്ട് മനസ്സിലാവുന്നത് ചുരുക്കം ചിലവർക്കാണ്. കുമാസുതി വ്ലോഗ് ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങോട്ട് വന്നുമുണ്ട്. അപ്പൊ ആ പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കിയത്. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിയുടെ വീട്ടിനടുത്ത് ഒരു ഫാമിലി ഉണ്ട്. അപ്പൊ അവരുടെ ആ ചേട്ടന്റെ ഭാര്യയ്ക്ക് അമ്മായിയമ്മയായിട്ട് അത്ര ടേൺസ് അല്ല. ഈ അമ്മായിയമ്മയായിട്ട് വഴക്കും ബഹളവും ഒക്കെ ആയതുകൊണ്ട് ഈ പുള്ളിക്കാരൻ നമ്മളെ വീഡിയോ കാണുന്ന വീഡിയോ വെച്ച് പുള്ളിയുടെ ഭാര്യയോട് ഉടക്കും. ഇതാണ് കുഴപ്പം. അതായത് നീ നോക്കടി, കണ്ടാടി, വയ്യാത്തൊരു സ്ത്രീയെ അവർക്ക് എങ്ങനെ നോക്കാമെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയെ നിനക്ക് നോക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇവര് തമ്മിൽ വാക്ക് തർക്കമാണ് എന്ന് വെച്ചാൽ നാവ് കൊണ്ടുള്ള പരിപാടി. അപ്പൊ ഇത് നിരന്തരം ഇവരെ വീട്ടിലെ വഴക്കാണ്. അപ്പൊ ഈ ഇപ്പുറത്തെ ചേച്ചിയോട് പറഞ്ഞതാണ്, ഇവള് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് എന്റെ ഭർത്താവ് അവര് കമ്പയർ ചെയ്യണേന്ന്. അപ്പൊ ഇതുപോലെ കമ്പയർ ചെയ്യുന്നവരാണ് വന്നിട്ട് നമ്മളെ തെറി പറയണെന്നാണ് ശരിക്കും പറഞ്ഞാൽ ആ ചേട്ടൻ പറഞ്ഞു തന്നെ. എന്റെ പൊരുളെന്ന് പറയുന്നത്, ഇങ്ങനെ കമ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെ വന്ന് ഒത്തിരി ചീത്ത പറയണതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ആ ചേട്ടൻ അങ്ങ് പറഞ്ഞു പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പലപ്പോഴും പല കമന്റ് വായിക്കുമ്പോഴത്തേക്ക് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്, ശരിക്കും അത് ഉള്ളതായിരിക്കൂലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ അമ്മായിയമ്മയും പോരില്ലാത്ത ഒരു വീടുമില്ല. മിക്ക വീടുകളിലും അടിയും വഴക്കും തന്നെയാണ്. അമ്മയും മരുമോളും തമ്മിൽ ചേരൂല. ഞാനും അമ്മയും സംസാരം ഉണ്ടല്ലോ പറയണകള്, അത് ഇവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഈ വിഷയം. അതുകൊണ്ടാണ് കമന്റ് വരുന്നതിൽ ഇവള് അങ്ങനെ അഭിനയിക്കുന്നതാണ്, ഇങ്ങനെ ചെയ്യണതാണ്. എനിക്കത് ഞാൻ പറയേണ്ട കാര്യമില്ല. മനസ്സിലായി? ഞാന് അമ്മയായിട്ട് വഴക്ക് കൂടും,
അമ്മയായിട്ട് ചിലതാണ്ട് എന്റെ മക്കളുണ്ട്, എന്റെ കെട്ടിയവനുണ്ട്. എന്തിന് എന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൗഡ്ലി സൗണ്ടാണ്. ഞാൻ പതിയെ സംസാരിക്കാറില്ല. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാർക്ക് കേൾക്കാം, ഇപ്പുറത്തെ വീട്ടിലുള്ളവർക്ക് കേൾക്കാം, അവർക്കൊക്കെ അറിയാം. പക്ഷെ എന്ന് കരുതിയിട്ട് അയ്യോ ഞാൻ വീഡിയോ ഇടുവാണ്, അപ്പൊ ഞാൻ ഇങ്ങനെ ഉറക്കെ സംസാരിച്ചാൽ ഇവരൊക്കെ കേട്ടാ മോശമല്ലേ, അപ്പൊ അമ്മയോട് അഭിനയിക്കണം, അങ്ങനെയൊന്നും ഇല്ല. അമ്മയോട് അന്നും ഇന്നും എന്നും ആ കാറ്റഗറി തന്നെയാണ് പോണത്. അതിനി ഒരു മാറ്റം വരാനും പോണില്ല. അമ്മയെ ദേഷ്യപ്പെടാൻ അടുത്ത് ദേഷ്യപ്പെടും, വഴക്കുറേണ്ട അടുത്ത് വഴക്കുറയും, സ്നേഹിക്കേണ്ട അടുത്ത് സ്നേഹിക്കുകയും ചെയ്യും. അല്ലാതെ പോവാൻ പറ്റൂല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നീ ഇട്ട റെസ്പോൺസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിൽ വന്ന് നമ്മളെയോ എന്റെ അമ്മയോ ഞങ്ങളുടെ ജീവിതമോ അറിയാതെ വന്ന് ആവശ്യമില്ലാത്ത കാര്യം, അതായത് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിയമ നടപടികൾ സ്വീകരിക്കുക. അതിൽ ഒരു മാറ്റവും ഇല്ല. അങ്ങനത്തെ ഒരു ധാരണയും വെച്ചും കൊണ്ട് ആരും വരണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ, ചിലവര് പറഞ്ഞു കൊടുക്കും അത് ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയുള്ള രീതിയാണ്. എന്തിനാണ് ഒരു പ്രശ്നം എന്തുകൊണ്ട് എങ്കിൽ പിന്നെ നാട്ടുകാരുള്ളവര് വന്നില്ല, വീട്ടിനകത്ത് കയറ്റാത്തത്. ഞാൻ ആദ്യം ഒരാഴ്ച ഇവരെ വീട്ടിൽ കൊണ്ടൊന്ന് ചോദനാക്കി കൊടുക്കാൻ ഒരിക്കൽ നമ്മളൊരു വീഡിയോ, ഒരിക്കലല്ല പലതവണ ഇത് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ അതൊരു പരിഹാസമായിട്ട് പറയണതായിട്ട് കൂട്ടരുത്. കേൾക്കുന്നവര് മനസ്സിലായി. ഒന്ന് ആലോചിച്ച് ഞാൻ പറഞ്ഞോട്ടെ, തമാശയായിട്ട് പറയണതായിട്ടല്ല. ഇത് എനിക്കിപ്പം അമ്മയെ നമുക്ക് അറിയാം, അമ്മയ്ക്ക് വയ്യായിക ഉള്ളത് കൊണ്ട് അമ്മ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇത് കാണുന്നവർക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം. ഈ ഇടയ്ക്ക് ഒരു മിനിറ്റ്, ഈ ഇടയ്ക്ക് കുറച്ചു കാലം ആവുന്നുണ്ട് ഒരു കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് അതിന്റെ അമ്മ 2 വയസ്സായി, എത്ര വയസ്സായ ആ കട്ടിലിൽ ഇരുത്തിയിട്ട് അമ്മൂമ്മേരെ അടുത്ത് ഇരുത്തിയിട്ട് ആ കൊച്ചിന്റെ അമ്മ അടുക്കളയിൽ പോയെന്നാണ് പറയണത്. വന്നപ്പോഴത്തേക്ക് കൊച്ചിന്റെ കഴുത്തില് കമ്പി മൂർച്ചയുള്ള സാധനം വെച്ച് കുത്തി ആ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയി. കൊച്ചു മരണപ്പെടുകയും ചെയ്ത്. പിന്നെയാണ് അറിയുന്നത് ആ മുത്തശ്ശിക്ക് സുഖമില്ലാത്ത ഒരാളായിരുന്നെന്നും ആ അമ്മൂമ്മ നേരത്തെ ഉപദ്രവിക്കുന്നൊക്കെ പറഞ്ഞ് പല കഥകളും പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അവർ ഇങ്ങനെയുള്ള ഇത് നിയമ നടപടിയുടെ കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. നഷ്ടപ്പെടുന്ന ആ നഷ്ടപ്പെട്ട അമ്മ അല്ലെങ്കിൽ അച്ഛൻ, അവർക്കത് എന്നും ഒരു വേദനയാണ്. പക്ഷെ നമുക്കിപ്പം ആ അമ്മ എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഇത് മുൻകരുതൽ നമുക്ക് എപ്പോഴും വേണമല്ലോ. ഈ മുൻകരുതൽ എന്ന് പറയുമ്പോൾ അതിലെല്ലാം വരില്ലേ, മനസ്സിലായില്ലേ? ഇപ്പൊ അമ്മയും ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. ഇപ്പം അമ്മ കിടക്കുന്നത് മുറിയുണ്ട്, ആദ്യം പറഞ്ഞു മുറിയില്ല, ഇപ്പൊ ഷീറ്റിട്ട വീട്ടിൽ ഷീറ്റിട്ട വീട്. നമ്മളും ഷീറ്റിട്ട വീടും അല്ലെങ്കിൽ ഓടിട്ട വീടായിരുന്നു. അത് ഇപ്പൊ ഒരു നില വാർത്തത് തന്നെ വലിയ കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ അമ്മയ്ക്കും കൂടെ 2 നില വീട് വെച്ചോടുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പൊ ഞങ്ങൾക്കില്ല. അതിന് നിങ്ങൾ സഹായിച്ചാലേ പറ്റത്തുള്ളൂ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, നിങ്ങൾ നമ്മളെ ചാനലിനെ ഇതുപോലെ കമന്റ് ചെയ്ത് ചാനലിനെ റീച്ച് ആക്കി തരിക. കുറച്ചും കൂടെ ആള് കൂടുന്നതനുസരിച്ച് നമുക്ക് സഹായിക്കുകയാണ്, പൈസ കിട്ടുകയാണ്. പൈസ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് അതൊന്ന് വാർത്തെടുക്കണം. വാർത്ത് പൂശി AC ഒക്കെ വെച്ച് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ നമ്മുടെ നിലവാരം വെച്ച് നമ്മൾ എന്തായിരുന്നാലും അടച്ചുറപ്പുള്ള മുറി തന്നെയാണ് കിടക്കുന്നതും. ആഹാരം കൊടുക്കുന്നത് സുധീഷ്ണ, അത് അവർക്ക് കുറ്റം പറയണം, മോർ മച്ച് വേണം. ഇനിയിപ്പോ നമ്മളത് വാർക്കണം. ഇനി സപ്പോസ് നമ്മളത് വാർത്തു കൊടുത്തു തന്നെ ഇരിക്കട്ടെ, വാർത്താ പറ 1 നില വീട്ടിലാണ് അമ്മ കിടക്കുന്നത്, അത് പോരെ 2 നില വീടാക്കാൻ പറയും. ഇനി 2 നില ആക്കി കൊടുത്താൽ പറയും, ഉടനെ പറയും അമ്മ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്, കൂടെ ഒരാളെ കൊണ്ടു കൊടുക്കാൻ. ഇങ്ങനെ മക്കളെ മിണ്ടായിരിക്കണം, ഇങ്ങനെ കുഞ്ഞുങ്ങളെ സംസാരിക്കരുത്. ഇങ്ങനെ ഈ അഭിപ്രായം പറയുന്നവർ ഇപ്പൊ ബുദ്ധി കൂടിയ കുറെ എന്റെ വ്യൂവേഴ്സ് വന്നു കേട്ടോ. ഇന്നത്തെ അമ്മയുടെ കമന്റ് ഞാൻ കണ്ടു. അമ്മയുടെ വീഡിയോയില്, അമ്മ വയ്യാതെ നടക്കുന്ന വീഡിയോയിലെ കമന്റ്, ഞങ്ങൾ ബുദ്ധിയുള്ളവരാണ്, ഞങ്ങൾക്ക് ബുദ്ധി പ്രയോഗിച്ചു. ബുദ്ധി പ്രയോഗിച്ചോ, ഇഷ്ടമാര് ബുദ്ധി പ്രയോഗിച്ചോ. ഇതിൽ കുറച്ച് പേര് കമന്റ് ചെയ്യുന്നത് നിങ്ങളെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പച്ചയായി തന്നെയാണ്. അതും കണ്ടു. നമ്മുടെ കൊച്ചുങ്ങൾ ഇതൊക്കെ കണ്ടാണ് വളരുന്നത്. പിന്നെ സ്വാഭാവികമല്ലേ, കുഞ്ഞുങ്ങളും അവര് കണ്ട് അവർക്ക് അവരെ അച്ചാമ്മയെ നന്നായിട്ട് കുഞ്ഞിയെ ഒഴിവാക്കുന്നു. കാര്യം കുഞ്ഞിപ്പോ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്നാലും കുഞ്ഞിക്ക് ഏതാണ്ട് കുറെ കാര്യങ്ങൾ മനസ്സിലായി. എന്ന് വെച്ചാൽ അച്ചാമ്മയുടെ അടുത്ത് എങ്ങനെ നിൽക്കണം, എത്ര ഡിസ്റ്റൻസ് വേണം, അതൊക്കെ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ആരും വന്നിട്ട് കുഞ്ഞുങ്ങൾ കണ്ടു എന്തിനാണ് അവരെയൊക്കെ ഉപദ്രവിക്കാൻ പോകുന്നത്? സ്വന്തം വീട്ടിലെ അമ്മയ്ക്കും അച്ഛനും കഞ്ഞിവെള്ളം കൊടുത്തിട്ടാണോ എന്തോ എന്റെ അടുത്ത് വന്നീടി ഉണ്ടാക്കണത്. എനിക്ക് അതാണ് ഒരു കാര്യം ഞാൻ പറയാം. ഈ കാണുന്ന പ്രേക്ഷകരിൽ അവർക്കും മനസ്സിലാവുമെന്ന് തോന്നുന്നു.
മുമ്പ് എൻ്റെ അമ്മ ജീവിച്ച സാഹചര്യം അല്ലെങ്കിൽ ഞാനോ ജീവിച്ച സാഹചര്യത്തിലല്ല ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് ഞങ്ങൾക്കും ബോധ്യമുണ്ട്, ഞങ്ങളെ നാട്ടുകാർക്കും ബോധ്യമുണ്ട്. എന്തായിരുന്നാലും കാണുന്നവരെ എല്ലാവരും എവിടെ വെച്ച് കണ്ടാലും അറിയാന്നുള്ള ആൾക്കാർ, എന്റെ അമ്മയെ മുമ്പ് അറിയാന്നുള്ള പൊങ്കാലയ്ക്ക് പോയപ്പോ ശോഭന ഇങ്ങനെ ജീവിക്കുമെന്നോ അല്ല ശോഭനയ്ക്ക് ഇങ്ങനെ സമൂഹത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം അമ്മയെ വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് അത് മതി. മനസ്സിലായില്ലേ? എന്തായിരുന്നാലും എനിക്കൊരു നല്ല ഉറപ്പുണ്ടായിരുന്നു, വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. എങ്ങനെ വന്നാലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പെൺകുട്ടി ഇപ്പോഴത്തെ പെൺകുട്ടികൾ അവര് തന്നെ പറയും നമുക്ക് മാറി താമസിക്കാം, ഒരു വാടകയാണെങ്കിൽ കുഴപ്പമില്ല. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ പറയും കുഴപ്പമൊന്നുമില്ല, വാടക ഞങ്ങളും കൂടെ തരാം, അല്ലെന്നുണ്ടെങ്കിൽ നീ ഇവിടെ ഞങ്ങളെ കൂടെ നിൽക്കുന്നോ എന്ന് പറയുന്ന സമൂഹത്ത് തന്നെയാണ് ഇപ്പൊ ജീവിച്ചു പോകുന്നത്. എന്തായിരുന്നാലും എനിക്ക് ഓടിപ്പോവാനോ വാടകയ്ക്ക് വീടെടുക്കാനോ പറ്റില്ല. ഞാൻ ഉള്ളത് പറയാലോ, ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവരാൻ എനിക്ക് ഇവിടെ ഒരു വീട്, അമ്മയായിട്ട് ഒരു വീട് ഉണ്ടായിട്ട് കൂടി ഞാൻ അത് ചെയ്തിട്ടില്ല. ഒറ്റയ്ക്ക് ഞാനൊരു വീടെടുത്ത് ആ വീട്ടിലാണ് ഞാൻ കൊണ്ടുവരേണ്ടി വന്നത്. എൻ്റെ മാമന്റെ വീട് വഴി ആ വീട്ടിലോട്ടാണ് ഞങ്ങൾ പോയത്. അന്നും അമ്മ ഇവിടെ ഉണ്ട്, ഡെയിലി ആഹാരം വന്ന് കൊടുത്ത് വീട്ടിൽ നിന്ന് കൊടുത്തോണ്ട് നിന്നെയാണ്. അന്ന് എനിക്കത് ചെയ്തില്ല. പിന്നെയാണ് ഇവള് വന്നതിന് ശേഷം എൻ്റെ പറഞ്ഞു നമുക്ക് അവിടെ തന്നെ വീട് വെക്കണം. അപ്പോഴും ഞാൻ പറഞ്ഞേട്ടി അവിടെ വീട് വെക്കുന്നത് പറ്റുന്ന ഒരു സാഹചര്യം അല്ല. കാര്യം അത് നമുക്ക് കുഞ്ഞുങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നീ തന്നെ എന്നെ, ഇപ്പം അവള് പറഞ്ഞു അതങ്ങനെയൊന്നും വരില്ല, ധൈര്യമായി അവിടെ വെച്ചാൽ മതി, വേറെ ഒരു വസ്തുവും വാങ്ങിച്ച് വെക്കുകയും വേണ്ട, പുറത്തു പോയി നമ്മളൊരു വീട് നോക്കുകയും വേണ്ട, നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ വെക്കാം, എന്ത് വന്നാലും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ വീട് വെക്കുകയും അമ്മയ്ക്കൊരു മുറി കൂടെ ഇറക്കി അവിടെ നല്ല ഇതുവരെ നമ്മൾ ഹാപ്പിയാണ്. ഇനി പറഞ്ഞ് ആരും ആ ഹാപ്പി അല്ല എന്ന് അതാണ് ഉദ്ദേശം. തീർക്കണ്ട. ഈ ആൾക്കാർ ഓരോരോ ഐഡിയകൾ പറയുന്നതെന്നറിയോ, അവർക്കറിയാം നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ എല്ലാരല്ല ഈ പറയുന്നവര് കുറെ വിവരം കെട്ടവര് പറയുന്നത്. ഒരുപാട് പേർക്ക് എല്ലാ കാര്യങ്ങളും അറിയാന്നുള്ളവരുണ്ട്, അവരെല്ലാവർക്കും എല്ലാ കാര്യം അവരാണ് പറയുന്നത് റെസ്പോണ്ട് വീഡിയോ ചെയ്യണ്ട, ഇവർക്ക് ഒന്നും ഇത് കൊടുക്കണ്ട. പക്ഷെ പറയുന്നവര് ദയവായി അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരെ ഈ പറയുന്ന ഇന്ന് എന്നെ കണ്ടില്ല, ഇതുവരെ പറയാത്തൊരു കാര്യമാണ്, ഇവരുടെ വസ്തുവകളെല്ലാം വിറ്റിട്ട് അവരെ നല്ലപോലെ ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് പേടിയെന്ന്. എന്നെ പേടിയുണ്ടെന്ന് ഞാൻ പലപ്പോഴും ഞാനും എൻ്റെ വൈഫും എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഒരാളെ ശകലം പേടിയുണ്ടെങ്കിലേ അമ്മ ആ ഒരു രീതിക്ക് നമ്മളുടെ എന്തുകൊണ്ട് ഇവിടെ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. ഇപ്പൊ ഡോക്ടർമാർ എന്നെ മരുന്നിന് ചെല്ലുമ്പോ ഡോക്ടർ എന്നെ പറയുന്നുണ്ടല്ലോ നോർമൽ ആണോ, ഇത്രയും വർഷമായിട്ടും ഇപ്പൊ എന്തുകൊണ്ട് അവിടെ അഡ്മിറ്റ് 40 വർഷത്തോളം ഡോക്ടർമാർ വിചാരിച്ചിട്ട് പറ്റാത്തതാണ്. മെഡിക്കലിനെ ഞാൻ വെല്ലുവിളിക്കുന്നതല്ല, പറയുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ആയിട്ട് പോവാം. പിന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്, തീരെ ബുദ്ധിമുട്ടില്ലെന്ന് പറയുന്നില്ല. പിന്നെ നാളെ പറയും ഒട്ടും ബുദ്ധിമുട്ടില്ല, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് ഒന്നെങ്കിൽ കണ്ടില്ലെന്ന് വെക്കുക, അതേ നടക്കത്തുള്ളൂ. ആ ഒരു രീതിക്ക് എന്തായിരുന്നാലും പോകുന്നുണ്ട്, കുഴപ്പമില്ല. അയ്യോ ഇപ്പൊ സംഭവം ക്യാമറമാനാണ് പ്രശ്നം. ക്യാമറമാനും ക്യാമറ വുമണൊക്കെയാണ് ഇപ്പൊ പ്രശ്നം. പിന്നെ ഇടയ്ക്ക് അമ്മയ്ക്ക് മൈക്ക് തിരികെ കേട്ടുന്നത്, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അമ്മ അവൾക്ക് ഉരുളണം നേരം കൊണ്ട് ഞാൻ അമ്മയുടെ ദേഹത്ത് പിടിക്കുമ്പോ ഒരു മൈക്ക് വെച്ചു കൊടുക്കാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട. യോ എനിക്ക് അറിഞ്ഞൂടെ. അല്ല ഞാൻ സംഭവം മൈക്ക് വെച്ചെന്നാണ് പറയണ. ഞാൻ പറയുന്ന മൈക്ക് വച്ചാൽ ക്യാമറ വെക്കണമെന്നില്ല, ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ ഫോണിനും ക്യാമറ അല്ല, സൗണ്ട് അല്ല, അത് നിക്കട്ടെ. ഇവര് അമ്മ മൈക്ക് വയ്ക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ചില ക്യാമറയിൽ, ചില വീഡിയോസിൽ അമ്മയുടെ ഇവിടെ ഇങ്ങനെ മൈക്ക് ഞാൻ വെച്ചിരിക്കല്ലേ. അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ അത് മൈക്കാണെന്നുള്ളത്. പക്ഷെ അതാ ഞാൻ പറയാം, അവർക്കുള്ള ബോധം പോലും ഇത് കാണുന്നവർക്കില്ലല്ലോ എന്നുള്ള സങ്കടമാണ് ഇപ്പൊ വന്നിട്ട്. എനിവേ എന്തായാലും നമ്മള് റെസ്പോൺസ് വീഡിയോ ചെയ്ത് ആരെയും അങ്ങനെ ബോറടിപ്പിക്കുന്നില്ല, അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ ഇത്രയും പറയണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു. പിന്നാട്ടല്ലല്ലോ പുന്നാട്ട്. ഇവിടെ ഒരുപാട് പേരുണ്ടാവും നമ്മൾ അറിയുന്നവര്, ഇത് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെ മോശമായി കാണുന്നവരും ഉണ്ടാവും. എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെ മോശമായിട്ട് കാണുന്ന ആൾക്കാർ അവർക്ക് നമ്മളിൽ മോശമായിട്ട് കാണാൻ ഒന്നുമില്ല. അത് സ്വയം അവർ തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. എന്താണ് ഇതിലുള്ളത്? കുറ്റം പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ഇതിൽ പറയാനായിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല. അവരെ നോക്കുന്നു, ആ നോക്കുന്നതിൽ കുറെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത് അതൊരു ഹോബി ആയിട്ടാണ് ഞാൻ ഇപ്പൊ കാണുന്നുള്ളൂ. എന്തായാലും ഇതൊക്കെ കണ്ടിടുന്ന കാര്യം ഞങ്ങളെ വീഡിയോയിൽ നിർത്തണില്ല, ഒരിടയ്ക്ക് ഞാൻ നിർത്തിയതാണ്.
ഒട്ടും പറ്റാതെ ഒന്നും നോക്കാനില്ലാതെ നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം, നല്ല വിഷമം തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റാഞ്ഞിട്ടാണോ, നമ്മളെ കണ്ണിൽ തന്നെ കാണിച്ചു തന്ന പിന്നെ എത്രയോ ഇതുണ്ട്. ജീവിക്കാൻ സാമ്പത്തിക സ്ഥിതി നിവൃത്തി ഉണ്ടായിരുന്നിട്ട് പോലും സ്ഥിതിയല്ല, നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് നോക്കാൻ പറ്റുന്നവരെ പോലും നോക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്. എന്തായിരുന്നാലും ഞാൻ തള്ളിക്കളഞ്ഞിട്ടില്ല. ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് ഇപ്പൊ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടില്ല. എന്റെ കൂടെ തന്നെ നിർത്തിയിട്ടുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷെ ആ രീതിയിലും കൂടെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നമുക്കതൊരു ഇതാണ്. കമന്റ് പറയരുതെന്നല്ല, നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിനോട് യാതൊരു തരത്തിലുള്ള ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം സോഷ്യൽ മീഡിയ ആണ്, എല്ലാവർക്കും എല്ലാവരുടെ അഭിപ്രായങ്ങളും പറയാം. പക്ഷേ നമ്മൾ സ്വപ്നം പോലും കണ്ടിട്ടില്ല. കാര്യം വിറ്റിട്ട് പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞത് എന്താണ് ഇവർ ഉദ്ദേശിച്ചത്, ഇവരോട് പറഞ്ഞ ആള് പിന്നെ പറയും, അസൂയുള്ളവർ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ ഇങ്ങനെ ഇനി പറയുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ അല്ലാതെ അമ്മ ഇങ്ങനെ ചെയ്യായിരുന്നല്ലോ, നിങ്ങൾക്ക് അകത്ത് കയറ്റ അങ്ങനെയുള്ള എന്നൊന്നും നമുക്കൊരു കുഴപ്പമില്ല. അതൊക്കെ എല്ലാവരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യം. പക്ഷെ നമ്മൾക്ക് ഇതുപോലെ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ മോശപ്പെട്ട ചീത്തയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളത് അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകത്തുള്ളൂ. ഇപ്പൊ കുറേ പേരുണ്ട്, ബുദ്ധി ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ചു പോവാണ്, ബുദ്ധി ഉള്ളതുകൊണ്ട് ഞങ്ങൾ കണ്ടുപോവാണ്. ബുദ്ധിയുള്ളവർ വന്നോളൂ, ധൈര്യമായിട്ട് വന്നോളൂ. അമ്മയുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മയുടെ സംസാരം തന്നെ കൂടുതൽ അതിൽ കേൾപ്പിക്കാൻ ഞങ്ങള് വില്ലിങ് ആയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ സംസാരിച്ചാൽ അത് തിരിഞ്ഞു വരൂല. എന്നിട്ട് കൂടി അത് നമ്മൾ ഇടുന്നതെന്ന് പറയുന്നത് ഒരു കച്ചവട മൈൻഡില് എത്രയോ പേര് വന്നിട്ട് അവരുടെ സംസാരം കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടാ, നമുക്ക് സമയം പോണതറിയാം. എത്രയോ പേര് നമ്മളെ നേരിട്ട് കാണുമ്പോ പറയും, നിങ്ങളുടെ സംസാരം നമുക്ക് സമയം പോകും കേട്ടാ. ടിവിയും സീരിയലും കാണാതെ സീരിയലും കാണാത്ത അമ്മ വരെ ഇത് കാണുന്നു. അപ്പൊ അവർക്ക് അത്രയും സന്തോഷം കിട്ടുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്ത് കാണും. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു സൈഡിൽ നിന്ന് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാ പോട്ടെ, വിമർശിക്കുന്നവരെയാണ് പറഞ്ഞത്, എല്ലാവരെയും അല്ല. ഇനി ഇതുപോലെ നമ്മളെ വീഡിയോ ഒന്നും ചെയ്യൂല, നമുക്ക് നിവൃത്തിയായിട്ട് ചെയ്താൽ ഒരു കമന്റ് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഇങ്ങനെയല്ല. കുറെ കമന്റ് ഉണ്ടെന്ന്. ശോഭന വയ്യാതെ കിടക്കുന്ന ഒരു വീഡിയോ ഇട്ട് അത് അഭിനയം. ശോഭന ഇപ്പൊ എന്നെ ആക്രമിക്കണ ഒരു വീഡിയോ ഇട്ട് നോക്കിയാൽ എല്ലാവരും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതെല്ലാരും കാണാൻ ആഗ്രഹിക്കുന്നതാണ്. അമ്പലത്തിൽ പോയപ്പോഴത്തേക്ക് അമ്മ പെട്ടെന്ന് ഇങ്ങനെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഇവിടെ രാമേശ്വരത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അമ്മേനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. ആണെങ്കിൽ നമ്മൾ കൊണ്ടുപോകുമ്പോ അത് എങ്ങനെയാണെന്ന് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. വന്നിട്ടാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പാതി വഴിയിൽ വെച്ചാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരും. എന്തായിരുന്നാലും എല്ലാം ദൈവം തന്നെയാണ്. അതെ, നമ്മുടെ അമ്പലത്തിലെ വിശേഷങ്ങൾ കാണാം. പൊങ്കാല ഇടാനായിട്ട് ആൾക്കാര് അങ്ങോട്ട് സേഫ് അല്ല എന്ന് പറഞ്ഞാൽ നോക്കാം. നമുക്ക് കൊണ്ടുപോയിട്ട് ഇടാൻ സ്ഥലം ഉണ്ടെങ്കിൽ ഇടാം. ഇല്ലെങ്കിൽ കാര്യം എന്താണെന്നറിയോ, അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമ്പം വണ്ടി ഇത്രയും പൊങ്കാല മാറിയാല് നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാ. പിന്നെ അല്ലാതെ നമുക്ക് വണ്ടി എടുത്തോണ്ട് വരണ്ടേ, കാറ് കൊണ്ട് അവിടെ ഇട്ടാലേ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ പൊങ്കാല അകത്തോട്ടായിരിക്കും അവിടെ സ്റ്റേഡിയത്തിനോട്. പൊങ്കാല പാൽപ്പായസാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. തന്നെ ശർക്കര പായസാണോന്നും എനിക്ക് സംശയമുണ്ട്. അത് നോക്കിക്കോണം. പിന്നെ ഉണ്ടമ്മ അവര് വെള്ളപ്പാല ഇതാണ് ഇട്ടത്. ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ട്. നോക്കാം, നമുക്ക് ചോദിക്കാം. പാല് വാങ്ങേണ്ട പാടലേ ഉള്ളൂ. പാലും പഞ്ചാരയും വാങ്ങാം, അത്രേ ഉള്ളൂ. നമുക്ക് വാങ്ങാം, നമുക്ക് നോക്കാം. നമ്മളിപ്പോ എന്തായാലും പൊങ്കാല പായസത്തിന് തയ്യാറായിട്ടാണ് വന്നേക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് അതനുസരിച്ച് നോക്കാം. അങ്ങനെ അമ്പലം എത്തിയപ്പോ ഞാൻ ഇറങ്ങുവാണ്. ഇനി നമുക്ക് പിന്നെ പറ്റുന്നതൊക്കെ കാണിക്കാവേ. ശാരീരിക തളർച്ച ഉണ്ടെങ്കിലും തിരക്കിനിടയിൽ എന്നെ കണ്ടുപിടിച്ച് ഉമേന്ന് വിളിച്ച് ഓടി വന്ന അമ്മയാണ് ഇത്. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ അവിടെ ഇരിക്കും, ഞാൻ വരാം. കാരണം ഞാൻ വന്ന് കയറിയതുള്ളൂ. അപ്പോൾ കലം പിടിക്കുന്ന തിരക്കിൽ, അടുപ്പ് പിടിക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നേ. പിന്നെ ഞാൻ അമ്മയെ കാണാൻ പോയി. വിശേഷം ഞാൻ പിന്നെ പറയാവേ.
ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ തിരക്കുള്ള പൊങ്കാല കണ്ടത് ഈ പുന്നാട്ടാണ് കേട്ടോ. ഇത്രയും തിരക്കുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല. ഞാൻ സാധാരണ തൊഴാൻ വരുമ്പോൾ കുറച്ച് ആൾക്കാർ അമ്പലത്തിലുണ്ടാവുള്ളൂ. വിരളിൽ എന്നാളുന്നുള്ള ആൾക്കാർ മാത്രമേ ഞാൻ അമ്പലത്തിൽ തൊഴാൻ വന്ന സമയത്ത് കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോൾ അകത്തോട്ടിരിക്കുന്ന ഒരു അമ്പലം ഇത്രയും തിരക്കൊന്നും കാണില്ല എന്ന് കരുതി. പക്ഷെ പൊങ്കാല ഇടാനായിട്ട് വന്നപ്പോൾ ഉണ്ട് ആ പരിസരം, അമ്പലത്തിൻ്റെ പരിസരം എന്ന് പറയുന്നത് അങ്ങോളം ഇങ്ങോളം മുഴുവൻ നല്ല വിസ്താരമുള്ള പ്രദേശമാണ് കേട്ടോ. അവിടെ മുഴുവൻ അടുപ്പുകളും കലവും കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഭഗവാൻ ഇത്രയും പൊങ്കാലയുണ്ടോ എന്ന് കരുതി. അതിനുശേഷം കിട്ടിയ സ്ഥലത്ത് കയറി ഞാനങ്ങ് പെട്ടെന്ന് അടുപ്പ് വെച്ചു. കാര്യം എനിക്കറിയാം ഇനിയും തിരക്കാവും. അത് നല്ല വെയിലുള്ള സ്ഥലമായിരുന്നു. പിന്നെ വേറൊരു കാര്യം, എൻ്റെ കുഞ്ഞപ്പെണ്ണിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പൊങ്കാല കാണുന്നത് ഇന്നാണ് കേട്ടോ. കുഞ്ഞപ്പെണ്ണ് ഞാൻ പൊങ്കാലയ്ക്ക് പോകുന്നത് കേട്ടിട്ടേ ഉള്ളൂ. അവൾക്ക് എന്താണ് പൊങ്കാല എന്നൊന്നും അറിയത്തില്ല. ആദ്യമായിട്ടാണ് അവൾ പൊങ്കാല കാണുന്നത്. അവൾ നന്നായിട്ട് പേടിച്ചു, ഇഷ്ടപ്പെട്ടു. പിന്നെ അതൊക്കെ ഒരു തളർന്നു. നല്ല ചൂടായിരുന്നു. എൻ്റെ അടുത്തല്ലേ ഇരുന്നത്, ചുറ്റും പൊങ്കാലയില്ലേ, തളർന്നു പോയി കുഞ്ഞപ്പെണ്ണ്. നന്ദപ്പൻ അറിയാവേ, നന്ദപ്പനെ ഞാൻ പേരാപ്പൂര് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവനറിയാം. പിന്നെ തണ്ണിപ്പറമ്പിലും കൊണ്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. തണ്ണിപ്പറമ്പിൽ കൊണ്ടുപോയിട്ടുണ്ട്. തണ്ണിപ്പറമ്പ് നമ്മളെ കുടപ്പനക്കുന്നിലുള്ള അമ്പലമാണേ, അവിടെയും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടിടത്തൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് നന്ദപ്പന് പൊങ്കാല എന്താണെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആശനെ ചെറിയൊരു ചവിട്ടിപ്പിടുത്തോ, ചൂടും വെയിലൊക്കെ ആയിട്ട് തളർന്നു പോവേ. അയ്യോ ഗൈസ്, ഞാൻ ആകെ ക്ഷീണിച്ചു പോയി ഗൈസ്. പിന്നാട്ട് പോയി പൊങ്കാല ഇട്ടു, വീടെത്തി. ഇതിനിടയ്ക്കുള്ള ഒന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് നല്ല തലവേദനയുണ്ട്, ഒന്നും ഉറക്കമില്ല. രണ്ട് നല്ല വെയിലുള്ളതല്ലേ. ഇവിടെ പേരാപ്പൂർ സത്യമായിട്ട് വെയിലൊന്നുമില്ല, പക്ഷെ പിന്നാട്ട് കടുത്തു. എന്തോ തിരക്ക്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ഇത്രയും തിരക്കുള്ള പൊങ്കാല ഞാൻ കണ്ടത് പിന്നാട്ടാണ്. ഭയങ്കര തിരക്കായിരുന്നു. വയ്യ, സംസാരിക്കാൻ വയ്യ. അപ്പം അതെ, അമ്മയ്ക്ക് പൊങ്കാല കൊടുക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അമ്മയ്ക്ക് പൊങ്കാലേൻ്റെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ട്. അപ്പോൾ അത് കൊടുത്ത് ഇന്നത്തെ ഇതോടെ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വയ്യ. അമ്മ പ്രസാദം നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതും കൂടി കൊടുത്ത് ഇന്നത്തെ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യും. വയ്യ, കിടക്കണം. അയ്യോ, അങ്ങനെ ഞാൻ വിചാരിച്ചു തളയിൽ അത് കൊള്ളൂ. തളയിൽ നിൽക്കാൻ വിളിച്ചാൽ കൊച്ചു തന്നതാ? ഉണ്ടാ? ഉണ്ട്. അപ്പൊ എന്നാ കുടിച്ചോ, അവിടെ ഇരുന്ന് കഴി. ഈ ജ്യൂസ് കുടിച്ചോടാ. ഓ, ഇത് എവിടെ ഇരിക്കണത്? എന്റെ അമ്മ അങ്ങ് മേളിൽ കയറി ഇരിക്കാത്തത് എന്തിനൊക്കെ കാണിക്കണത്? എന്താണ് പഠിക്കട്ടി കയറി? ചൂടുണ്ട് അമ്മ. ഇങ്ങോട്ട് എന്റെ മേളിൽ കയറിയാണ്. മേളിൽ കയറി ഇരുന്നാണ്. ഇത് എന്തരമ്മ ഈ ഇരുന്ന് നിരങ്ങണത്? മക്കള് പോ, മക്കളെ നീ ഒന്ന് പോയാണ് TV ഡയറക്റ്റ്. അതാ കുറെ അഴുക്കിന്റെ ഇടയിലൊക്കെ കയറി ഇരിക്കുന്നത്. അമ്മ മേളിൽ കയറിയിരി. നീ ഇത് ആർട്ടിഫിഷ്യൽ എന്ന് പറയോ? ഒന്നും ഇപ്പൊ പറയാൻ പറ്റാത്ത അവസ്ഥയായി. ചൂടുണ്ട്. എനിക്കും കൂടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടോ? കൊള്ളാം മാമ പൊങ്കാല. ഭയങ്കര തിരക്കായിരുന്നു കേട്ടാ. നിങ്ങളെ കൊണ്ടുവരുന്നെങ്കിൽ ഊപ്പാട് വന്നേനെ. ഭയങ്കര തിരക്കും ഭയങ്കര ചൂടും. അവിടെ അടിക്കിന് പിറകിലും ഫ്രണ്ടിലും അടുപ്പുകളെ. ഇവിടെ നമുക്ക് നിൽക്കാനൊന്നും സ്ഥലവും ഇല്ല, ഒന്നുമില്ല. എന്റെ ബാക്കിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ സൈഡിൽ കൂടെ ചൂടടിച്ച് ഞാൻ ഒരു പരുവായി. പിള്ളേരും പെട്ടുപോയി. ആർക്കും നിൽക്കാനും കൂടെ ഇല്ല. വണ്ടി ഇടാൻ സ്ഥലമില്ലെങ്കിൽ വണ്ടിയിലെങ്കിലും ഇരിക്കായിരുന്നു. ഞാൻ ഇത് ആരോട് പറയണത്? വല്ലതും കേൾക്കുന്നുണ്ടോ? പേരാപൂര് നിർത്തിയ ഫ്രൂട്ടിയാണ് പിള്ളേർക്ക് വെച്ചിരുന്നു. നല്ല 2 എണ്ണം കുടിച്ചപ്പോൾ മടുത്ത് ഞാൻ അടുത്ത് കുടിക്കണം. തലവേദന. ഇനി വല്ലതും തിന്നാൻ വേണോ രാത്രി? വേണോ? തിന്നാൻ വേണോ? മതിയാ? ഇത് മതിയാ? പൊങ്കാല മതിയാ? ഒന്നും വേണ്ടേ? ഉറപ്പിന്നെ? വിശപ്പുണ്ടായിനി? ചോറ് വേണ്ടേ? ഗുളിയും കൂടെ തരട്ടാ? ചായയോ? മറന്നില്ലേ? ഞാൻ പറഞ്ഞ് 3 മണിക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ് 7 മണിക്ക് വന്നിട്ട് ചായ ഇടാം. മറന്നില്ല. ഓർമ്മയുണ്ടല്ലേ? അപ്പൊ ഇതെന്ത് ഇടക്കിടക്ക് മാത്രം ഓർമ്മ ഒന്ന് പോകൂ? കൊള്ളല്ല. പയ്യന്നേ തലവേദനിക്കുന്നു.
നിനക്കുന്ന മാത്രം തിരക്ക് മാത്രം വെയിൽ കൊണ്ടുവന്ന് ഇതിന്റെ അമ്മ എന്തൊരു ചൂട് അവിടുത്തെ വെയിലും ചൂടും എന്ത് ഭയങ്കര ചൂടായിരുന്നു. നിക്കാൻ ഇടയില്ലെന്ന്. നോക്കട്ടെ ചായ ഇടാം. അയ്യോ ഇപ്പൊ ചായ ഇടാമേ. കഴിച്ചിട്ട് പാത്രം കഴിക്കണ്ടോ. അമ്പട അപ്പട അപ്പട അപ്പട. അയ്യോ അമ്മ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.